ഡിവൈഎഫ്ഐ നേതാവിന്റെ വർഷങ്ങൾക്ക് മുൻപുള്ള ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ. ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ശരത്തിൽ നിന്നും പാർട്ടി വിശദീകരണം തേടുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഇതേക്കുറിച്ച് ഈ വോയിസ് ഉള്ള ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. നടരാജ് പരശുരാം തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. നടരാജ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഫോൺ സംഭാഷണം പാർട്ടിയെ തന്നെ വെട്ടിലാക്കുകയാണ്. ആരോപണം ഉന്നയിക്കുന്നത് സിപിഎം നേതാക്കളെതിരെയും ആരോപണം ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടേതുമാണെന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാർട്ടി കുരുക്കിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ സംഭാഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നു, അതിനുശേഷം എന്തൊക്കെ സംഭവവികാസങ്ങളുണ്ടായി? നടരാജ്, പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജില്ലാ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പലരും ഇപ്പോൾ സംസ്ഥാന നേതാക്കളാണെന്ന് പറയാം. എ സി മൊയ്തീൻ മുൻ മന്ത്രിയാണ്. അതുപോലെ തന്നെ എം കെ കണ്ണനും പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. ഇവരെയൊക്കെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ചില കാര്യങ്ങളാണ് സംഭാഷണത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇവർക്കൊക്കെ പണം പിരിക്കാൻ കഴിയുന്നു. ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ എത്തിയതിനു ശേഷം വലിയ രീതിയിൽ രക്ഷപ്പെട്ടവരാണ്. ലോക്കൽ നേതാക്കളായവർ പണം പിരിക്കുമ്പോൾ 5000 മുതൽ 10,000 വരെയാണ് കിട്ടുമെങ്കിൽ ഇവർക്കൊക്കെ വൻ തുകയാണ് കിട്ടുക എന്നൊക്കെ തന്നെയാണ് സംഭാഷണത്തിൽ പറയുന്നത്. ഇത് നിബിൻ ശ്രീനിവാസൻ എന്ന നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായി ശരത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സംഭാഷണമാണ്. ഈ സംഭാഷണം പുറത്തു വന്നതോടുകൂടി പാർട്ടി ശരത്തിൽ നിന്ന് വിശദീകരണം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാണ് അബ്ദുൽ ഖാദർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ സംഭാഷണത്തിന് മുമ്പ് കഴിഞ്ഞ ദിവസം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ചില അഴിമതിയുടെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു. അഴിമതി ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. ഈ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണം നടത്തിയതിന് നിബിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്.